എനിക്ക് 19, ഒരുത്തിന് 9. അവൻ ചോദിക്കുന്നത് ഈ 9ന്റെ കളി. ഞാൻ പറഞ്ഞേ, ക്വസ്റ്റ്യൻസ് ആർ സെയിം, ആൻസേഴ്സ് ആർ ഡിഫറെന്റ്. അത്രേ ഉള്ളൂ. അവന് 40 ബൂത്തിലറിയാം, എനിക്ക് 19, എനിക്ക് 9 അറിയാം. That's all. എനിക്കറിയാം. ഈ കഴിഞ്ഞ വർഷത്തെ യൂണിഫോം വേണ്ട, കുട്ടികളുടെ യൂണിഫോം എവിടെ പോയി? അത് കളഞ്ഞു നിങ്ങൾ. കാരണം എന്താ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കുറച്ചുമ്പോൾ നശിച്ചു പോകും. ഇതൊക്കെ നശിച്ചു പോകും. മൊബൈൽ അടക്കം നശിച്ചു പോകും. നിങ്ങൾ മോഹനമായി ഒരിക്കലും നശിക്കില്ല. അതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു, എത്രമാത്രം സ്കിൽ ഉണ്ടാക്കുന്നു, അതൊരിക്കലും നിങ്ങൾ വളരെയെന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതെ പ്രീ ഡിഗ്രിക്ക് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കണ്, പേടിച്ചിരിക്കുന്നു. കുറച്ച് പുസ്തകമൊക്കെ വായിക്കുന്നത് എനിക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ട്. ഇറ്റ് ദ ബെസ്റ്റ് ഹാബിറ്റ്. എൻ്റെ ഫാദർ പഠിപ്പിച്ചതാണ്. ഞാൻ വായിക്കുന്നു സെൽഫായിട്ട്, സ്വപ്നം കാണുന്നു. ഒരു മാരേജ് ഫംഗ്ഷൻ എന്ന് ഓർമ്മയുടെ തലേദിവസം ചെല്ലുമ്പോൾ അങ്കിൾമാർ കയറി എന്നെ കളിയാക്കണ്, ഇവൻ ഭ്രാന്തൻ, കുറെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, പഠിക്കുന്നില്ല, കുറെ പുസ്തകം വായിക്കുന്നുണ്ട്, ഇവനെല്ലാം ഭ്രാന്തെന്ന് ചോദിച്ചിട്ടുണ്ടവര്. ഒരു അങ്കിള് ചോദിച്ചു, ഇവിടെ വന്ന മോനെ എന്താ നിന്റെ സ്വപ്നം? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്റർനാഷണൽ ആണെന്ന് തോന്നി. ഇന്റർനാഷണലാ നീയാ? എന്തായ നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, വീട്ടിൽ 5 പൈസ ഇല്ല, വീട് പോലും കടത്തലാണ്, പിന്നെ നീ എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് ഇന്റർനാഷണൽ ആവണം. അപ്പൊ ഇവര് കളിയാക്കി പറഞ്ഞൊരു സെന്റൻസ് എന്ന മക്കളെ കേട്ടോ, അതാണ് എന്റെ ആദ്യത്തെ വെടിപൊട്ടിക്കല്. ഇത്രയും പറഞ്ഞതവര്, പക്ഷെ അവരത് പ്രതീക്ഷയില്ല. അവര് പറയുന്നു, മോനെ കൊക്കിലൊതുങ്ങുന്നത് എന്താ പറയുന്നത്? കൊക്കിലൊതുങ്ങുന്നത് മേഡം എന്താ പറയാ? കൊത്താവൂ. എന്റെ മുഖത്തൊക്കെ പറഞ്ഞ എല്ലാവരും ചിരിച്ചു. പക്ഷെ ഞാൻ മാത്രം ചിരിച്ചില്ല. കാരണം അറിയാ, ഞാൻ ചിരിച്ചു. എങ്ങനെ? അവര് കളിയാക്കി ചിരിച്ചു, ഞാൻ ഹാപ്പിനെസ് ചിരിച്ചു. എന്നറിയാ, അവര് പറഞ്ഞാണ് സത്യം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ഞാൻ നോക്കുമ്പോ പ്രീ ഡിഗ്രി ബ്ലോക്കായി നിൽക്കുന്നു, പാസ്സായിട്ടില്ല. ഇംഗ്ലീഷ് അറിയാണ്ട്, ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേര് മാത്രം ബ്ലോക്ക് ആയതാ, പഠിക്കാതില്ലാണ്ടല്ല. ഇംഗ്ലീഷ് അറിയാത്ത പേര്. ഒരു വീട് ആകെ 3 റൂമുള്ളൂ. ആ ഒരു ചെറിയ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ സ്വപ്നം കാണുന്നു ഇന്റർനാഷണൽ ആവുന്നത്. അവര് പറഞ്ഞ് ശരിയാണ് മക്കളെ, കൊക്കിലൊതുങ്ങുന്നത് കൊത്താവോ. എഡിസൺ എന്ന് പറയുന്ന വ്യക്തി എന്തെന്നറിയാ? കൊക്കിന്റെ വലുപ്പം കൂട്ടി. അത്ര അതവര് പ്രതീക്ഷയില്ല. അവര് വിചാരിച്ചെന്താ? എന്റെ അച്ഛന്റെ കൊക്ക് ഇത്, അമ്മേരെ കൊക്ക്, പാരമ്പര്യ കൊക്ക്, ദാരിദ്ര്യ കൊക്ക്. നല്ല പാരമ്പര്യം, ദാരിദ്ര്യം. ഞാൻ നോക്കും, ഫാദർ പാവപ്പെട്ടവൻ, അപ്പാപ്പൻ പേര് കിട്ട പാവപ്പെട്ടവൻ, മുത്തപ്പാപ്പൻ ബ്രാൻഡ് അംബാസഡർ. എന്റെ ഫ്ലാറ്റില് വൈഫ് ഫാഷൻ ഡിസൈനറാ, മൂത്തുമോളത് പഠിക്കുന്നത്. അപ്പൊ ഫിലിം സ്റ്റാർസ് ആകുമ്പോൾ സെലിബ്രിറ്റീസ് വരും, ഭയങ്കര ചർച്ച, മോഡൽസ് വന്നിട്ട്. അപ്പൊ ഞാൻ ചിരിക്കും. എന്താ ചേട്ടൻ ചിരിക്കും? ഒരു സഞ്ജു എന്ത് ചേട്ടൻ ഇങ്ങനെ ചിരിക്കും ചോദിച്ചു. അല്ല മോളെ, എനിക്കൊരു ഡിസൈനർ ഉണ്ടായിരുന്നു. അതാരാ? എൻ്റെ അമ്മ. അപ്പൊ അമ്മത് പഠിച്ചിട്ടില്ല? അല്ല, ഞങ്ങളുടെ പഴയ കാലത്ത് ഷോർട്സ് ആണ്, സാറിനൊക്കെ അറിയാം. നമ്മുടെ ഷോർട്സ് എന്ന കാലത്തായിരുന്നു. നടക്കുമ്പോൾ ബാക്ക് കീറുമ്പോൾ അമ്മ പച്ച മഞ്ഞ ചോപ്പം തുണി വെച്ച് തുന്നും. ഒരു ഭാഗത്ത് പച്ച മഞ്ഞ, നീല ചോപ്പ. പാറമക്കം, തിരുമ്പാടി, തൃശ്ശൂപുരത്തിലെ കൊടിമാറ്റം പോലെ എൻ്റെ ബാക്ക് പല കളർഫുള്ളായിരുന്നു. ഈ കൊടമാറ്റില്ലേ, അവിടെ നിന്നാണ് ഞാൻ കയറി വരുന്നത്. ആലോചിക്കണം, കൊക്കിന്റെ വലുപ്പം കൂട്ടണം മക്കളെ. അതെന്താ? അത് കൂട്ടാൻ തുടങ്ങിയപ്പോൾ കളിയാക്കാൻ തുടങ്ങി. നീ എത്ര പോകുന്നുള്ളത്? ഞാൻ ഇന്റർനാഷണൽ ലെവലെത്തി. ഇനി ഞാൻ വേൾഡ് വൈഡ് ക്ലാസ് എടുക്കാണ് ഓരോ ടോപ്പ് കമ്പനി, കോർപ്പറേറ്റ് കമ്പനികൾക്ക്. ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാ? ഞങ്ങൾക്ക് അന്നറിയാം നീ ഒരു സംഭവമുണ്ട്. എന്താ പ്ലേറ്റ് മാറ്റി, നിനക്കൊക്കെ ഒരു വര കിട്ടിണ്ട്. എന്ത് വരെയാ? നല്ല വല്ല വര കണ്ടിട്ടുണ്ട്? നിനക്ക് തലവര ഇട്ടുണ്ട്. ഞാൻ വരച്ച വര, ആ വര നിനക്കറിയാം. ബൈബിള് പറയും